ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ അവർ ഡേ ലൈഫ് ലെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഔട്ടിംഗ് വിത്ത് ഫാമിലി. അപ്പോൾ സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മൾ പുറത്ത് പോയിരിക്കും. കാരണം റെൻസോ വന്നിട്ടുണ്ട്. റെൻസോ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഫാമിലിയായിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് സുവോളജി പാർക്കിലേക്ക്. സൂവിലേക്കാണ് പോകുന്നത്, തൃശ്ശൂർ സൂവിലേക്ക്. ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ജേസൻ ചേട്ടനാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പ്ലാനിങ്ങൊക്കെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് വേഗം തന്നെ റെഡിയായിട്ട് ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും ഞങ്ങൾ റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നൂട്ടിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നൂട്ടി റൺസോൻ്റെ മേത്ത് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. നല്ല നട്ടുച്ച നേരമാണ്. ബട്ട് ഞങ്ങൾ ഭയങ്കര ത്രില്ലിങ്ങിലുമാണ്. അപ്പോൾ സൂവിൻ്റെ മുമ്പിലെത്തി. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു കടകളും പെട്ടിക്കടകളും മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഉപ്പിലിട്ട ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് കണ്ണ് നിറച്ചിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും മേടിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചിട്ട് തന്നെ അകത്തേക്ക് കയറിപ്പോയത്. അവിടെ കൂടുതലും മാൻ ഐറ്റംസാണ് കേട്ടോ. കൂടുതൽ മാൻ വെറൈറ്റീസ്, പുള്ളിമാൻ, കലമാൻ, അങ്ങനത്തെ പല പല വെറൈറ്റീസ്, കുഞ്ഞുമാൻ, വലിയമാൻ, അങ്ങനത്തെ കുറേ വെറൈറ്റി മാനുകളൊക്കെ കണ്ടു. ഇതാണ് അവിടുത്തെ ബിഗ് അശോകമരം. ഞാൻ ആദ്യമായിട്ട് അശോകമരം കാണുന്നത്. ഞങ്ങൾ അശോകമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് പല പല പോസുകളിൽ ഫോട്ടോയൊക്കെ എടുത്തു. ദിസ് വലിയ കാണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ്. ഫസ്റ്റ് ടൈം ഞാൻ ലൈവായിട്ട് കാണുന്ന ഹിപ്പോപ്പൊട്ടാമസ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ ബിഗ്ഗാണ് ഗൈസ്. അതിങ്ങനെ വെള്ളത്തിൽ കിടക്കായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ കാണിച്ചു കൊടുത്തു. കുഞ്ഞൂസിന് ഹിപ്പോപ്പൊട്ടാമസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവന് അനിമൽസ് സ്റ്റാച്യൂസൊക്കെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കുളത്തിലെന്തോ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല ഗൈസ്. ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട്, പക്ഷെ കാഴ്ചകൾ വളരെ കുറവാണ് ഗൈസ്. ഇനി ഞങ്ങൾ കുറച്ച് നടന്ന് എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ വൈൽഡ് അനിമൽസിൻ്റെതേ ഇവിടെ വീണ്ടും കുറേ മാനുകളെ കണ്ടു. മാനിങ്ങനെ പല പല സെക്ഷനിലായിട്ട് പല പല സൈസിലുള്ള മാനുകൾ ഉണ്ട് കേട്ടോ. മാന് ഞാൻ ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ടൂറിന് പോയപ്പോൾ മാനുകൾ മാത്രമുള്ളൊരു ഏരിയ, എവിടെയാണെന്നൊന്നും ചോദിക്കരുത്, എനിക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട്. പിള്ളേർ ഭയങ്കര വയലൻ്റായി തുടങ്ങി കണ്ടോ ഗൈസ്. ഭയങ്കര ഡിസ്ട്രാക്റ്റാണ്. ഇതൊരു ഒട്ടക പക്ഷിയോട് സാമ്യമുള്ളൊരു പക്ഷിയാണ്. അതിൻ്റെ പേര് റിയ. ഇതിന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഒട്ടക പക്ഷിയാന്ന് പറയും. പിന്നെ കടുവ, ഗർജിക്കുന്ന സിംഹം പോലെ ഇരിക്കുന്ന കടുവ കണ്ടോ ഗൈസ്, നമ്മുടെ ദേശീയ മൃഗം. അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ കൈയും കാലും മറയ്ക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരാളെ കൂടെ കണ്ടു. നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവ് സിംഹം. പക്ഷേ ഇതിന് ഇങ്ങനെ കാണാനും പറ്റുന്നുള്ളൂ ഗൈസ്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കുറേ ബൂട്ടുകളുടെ ഇടയിലായതുകൊണ്ട് ആൾ അനങ്ങാതെ കിടക്കുകയാണ്. അവിടെ കുറച്ച് ഇറച്ചി കഷ്ണം ബീഫൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് സൈഡിൽ. പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, റെസ്റ്റിലാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച്. വലിയ കാഴ്ചകളൊന്നും കാണാനില്ല ഗൈസ്, നടക്കാനേ ഉള്ളൂ കുറേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് കപ്പലണ്ടിയും മാങ്ങയും ക്യാരറ്റും അതൊക്കെ ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് കുറേ കഴിച്ചു. അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള സുവോളജിക്കൽ പാർക്ക്. ഫ്രണ്ട്സ് നെറ്റിൽ അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പാർക്കിനെ പറ്റിയോടെ കേട്ടു. ഒരു പ്രൈവറ്റ് പാർക്കാണെന്നാണ് പറഞ്ഞ്. വൈൽഡ് അനിമൽസിൻ്റെ ഭയങ്കര ഹ്യൂജായിട്ടുള്ള ഒരു കളക്ഷൻ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടാണ്, അത് ഗൂഗിൾ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അവിടെ വന്നപ്പോഴാണ് പട്ടിച്ചന്തയ്ക്ക് പോയതെന്ന് മനസ്സിലായത്. അവിടെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, ഫെബ്രുവരി 28 ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പിന്നെ വരാമെന്ന് പറഞ്ഞ പ്ലാനിങ്ങിൽ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. കണ്ടോ, ചായ കുടിക്കാൻ കയറാൻ മെയിൻ ഉദ്ദേശം ബാത്റൂമിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതന്നെയുള്ള സെറ്റപ്പുള്ള സ്ഥലത്താണ് കയറുള്ളൂ നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരു മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് ഓർത്തു. പിള്ളേർ ആകെ കാടി പുറത്ത് പോയി കഴിക്കുന്ന മസാല ദോശയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ മുമ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് റൻസോൻ്റെ അമ്മയുടെ വീട്ടിലുള്ള പള്ളിയാണ്. അമ്മാമ്മേനെ അടക്കിയതാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് കയറിയത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഞാനും ജേസൻ ചേട്ടനും പിള്ളേർ നേരെ ആലുവയ്ക്ക് പോയി. അവിടെ വന്ന് കുളിച്ച് ഫ്രഷായി ഒരു വൈൻഡപ്പ് തരാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.